കുഞ്ഞുത്തിന് വയ്യ ഗൈസ്. എന്ത് പറ്റി കുഞ്ഞുത്തെ പറ? തലവേദന വയ്യ. ഗൈസ് വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ സാധാരണ മൊബൈലിലാണ് വര കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ടി വിയിലും വന്നു തുടങ്ങി ഗൈസ്. വന്ന ചുവപ്പ് വന്ന നീല. ഇതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതാണ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇതാണ്. ഒരു മിസ് കോൾ പോലും ഇല്ല. കണ്ടോ? ആ മിസ് കോൾ അങ്ങനെയല്ല ഗൈസ് നോക്കുന്നത്. ഇവള് മിസ് ഇത് മെസ്സേജ് ഇല്ലേ വേണ്ട. അതാ കടാ കടാ 23 എടുത്തില്ല. നീ വിളിച്ചിട്ട് ഞാൻ ഇൻകമിങ് കോള് നീ എടുത്തിട്ടില്ല. ഡേയ് നിനക്ക് ഈ വേഷത്തിനെ കാട്ടി ചേരാണ്. അത് എനിക്ക് മനസ്സിലായി നീ ആണെന്ന്. ഒരു പാട്ട് പാട് കേക്കട്ടെ. പാട്. ഏവനെ കാലം കാത്തു വച്ചേശകൻ സംഭയമൻ അത് കണ്ണനായി വന്നയവൻ ഭയമേ മറപ്പൂണി എല്ലാം വന്നായി കുമ്പിട്ടു നീ. പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ അവിടെ പോയി ഡാൻസ് കളിച്ചു. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല ഗൈസ്. എങ്കിലും അവരെന്നെ കൊണ്ട് കളിക്കും. എന്നെ കളിയൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ ഇവനൊക്കെ വന്നിരിക്കുന്നത്. അവിടെ പിന്നെ റീൽസ് ഒക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ബൈ പറഞ്ഞു, ടെറ്റ് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് നന്ദു വന്നു. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. നിങ്ങൾ എന്നെ കണ്ടോ? പിന്നെ അവിടെ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നേരെ അടുത്തവൻ്റെ വീട്ടിൽ പോയി. അളിയാ നീ ഫ്രണ്ട് ഇറങ്ങില്ലേ നൈസായിട്ട് വരുന്ന പണിയും. പൈസ വന്നു 1000 രൂപ വന്ന വരക്കം കണ്ട. ഇതുപോലൊരു മെഷീൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചല്ലേ. പൈസ വേണ്ടേ പക്ഷെ കുത്തി കുത്തി എടുക്കാൻ. ഇത് രതീഷ് ചേട്ടൻ്റെ അനിയൻ ഉള്ളി സുകുമാരൻ. നല്ല വട വൈകിട്ട് സമയം. എന്താണ് ഒന്നും വേണ്ട. നല്ല അടിക്കാരനാണ്. പട്ടാപ്പകൽ ഊതി ഊതി ചാലകം കുടിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. വെള്ളം അടിക്കുന്നവരോട് നിന്റെ അടുത്ത് നിനക്ക് പറയാനുള്ള 2 പറ. അവനെ കൂടി വിളിക്കുന്നു. അത്രയും അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആള് കൂടിയാൽ ഷെയർ കൂടും, പൈസയും കൂടും, സാധനം കിടും. മതി സമയം കഴിഞ്ഞേ കേട്ടോ. 100 രൂപ പെട്രോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒതുങ്ങി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.